ഹായ് നമസ്കാരം. നമ്മുടെ പഴയ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഒത്തിരി കമൻസ് എനിക്ക് വന്നു, അതുപോലെ തന്നെ ഒത്തിരി പേര് കോൾ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് പറക്കാട്ട് വെഡ്ഡിങ് ഹമ്പിൻ്റെ പുതിയ 4ാമത്തെ ഫ്ലോറും കൂടെ നമുക്ക് കാണാം. അതായത് പറക്കാട്ടിൻ്റെ സ്റ്റുഡിയോ ഫ്ലോർ. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മളുടെ സ്റ്റുഡിയോ ഫ്ലോർ. ഞാനിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ പറക്കാട്ടിൻ്റെ സ്റ്റുഡിയോ ഫ്ലോർ. നമ്മൾ ഈ ഫ്ലോറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറക്കാട്ടിൻ്റെ പ്രൊഡക്റ്റ് ഷൂട്ടും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഷൂട്ടുമാണ്. കാരണം ഇതിപ്പം സോഷ്യൽ മീഡിയയുടെ എല്ലാം ഒരു കാലമാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് നമ്മളുടെ ഓർണമെൻറ്റ്സ് ഇട്ട് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല ഫോട്ടോഷൂട്ട് നടത്താനായിട്ട് റെഡിയായിട്ട് ഒത്തിരി മോഡൽസും ഒത്തിരി പുതിയ പുതിയ കുട്ടികൾ ആഗ്രഹിക്കുന്നു, വരുന്നു. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നു. നമ്മളുടെ ഒരു ബ്രാൻഡിങ്ങിന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരവസരവും നമ്മളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ സുന്ദരികളായ കുട്ടികൾ വരട്ടെ. നമ്മൾക്ക് അതും ഒരു നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ ഇനി പലപ്പോഴായിട്ട് നമുക്ക് പുതിയ പുതിയ നമ്മളുടെ വീഡിയോസിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഒന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലോറ് റെൻ്റൽ ബേസും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ കൂടാതെ മറ്റ് പോർട്ട്ഫോളിയോ ഷൂട്ടും മറ്റെല്ലാം ഇവിടെ സ്വാഗതമാണ്. നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അത്യാവശ്യം മേക്ക് ഓവർ സ്റ്റുഡിയോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ദിവസം റെസ്റ്റ് ചെയ്യണമെങ്കിലോ ഇവിടെ വേണേൽ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പുറമേ നിന്ന് തന്നെ ഈ ബിൽഡിങ്ങിലേക്ക് കയറി വരാനായിട്ടും അതിനുള്ള എൻട്രൻസ് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെഡ്ഡിങ് പോർട്ട്ഫോളിയോ, മോഡലിംഗ്, ഏത് അത്യാവശ്യം കോസ്റ്റ്യൂംസും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ട്രഡീഷണൽ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, അപ്പോൾ നമ്മളുടെ ജ്വല്ലറീസ് യൂസ് ചെയ്തിട്ടും അങ്ങനെയുള്ള ഷൂട്ട്സ് ഏത് വേണമെങ്കിലും, ജ്വല്ലറി യൂസ് ചെയ്തും അല്ലാതെയും എന്തുവാണെങ്കിലും അങ്ങനെ ഷൂട്ട് ചെയ്യാനും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മളിത് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒത്തിരി നമ്മളുടെ ക്ലയൻസ് വന്നിട്ട് അവർ തന്നെ കോസ്റ്റ്യൂമുമായിട്ട് വന്നിട്ട്, അപ്പോൾ ചെറിയ രീതിയിൽ മേക്ക് ഓവറൊക്കെ ചെയ്ത് ഒരു ട്രയൽ മേക്ക് ഓവറും കൊടുത്ത് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ആ കോസ്റ്റ്യൂം അവരെന്താണോ അവരുടെ ഫങ്ഷൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ ആ കോസ്റ്റ്യൂം ഇട്ട് തന്നെ എല്ലാം അവർ ആ ബ്രൈഡായിട്ട് അല്ല ആ ഫങ്ഷന് കയറേണ്ട ആ ഒരു സിറ്റുവേഷനിലേക്ക് വേണ്ട അതേ ഒരു രൂപത്തിലും ഭാവത്തിലുമായി നമ്മുടെ ഓർണമെൻറ്റ്സ് പലതും മാറി മാറിയിട്ട് അവർക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ട്രയൽ ഫോട്ടോഷൂട്ടും നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും ഇൻ ഹൗസ് ഫോട്ടോഗ്രാഫേഴ്സും മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം ഉണ്ട്. നമ്മളുടെ കയ്യിൽ തന്നെ കോസ്മെറ്റിക്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഷൂട്ടുകളും ഇപ്പോൾ ഇവിടെ നടക്കുന്നുമുണ്ട്. അതിനെല്ലാം ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സുന്ദരിയും സുന്ദരന്മാരൊക്കെ ആകാൻ വേണ്ടി നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം. ഇവിടെ 2 ടേബിളുണ്ട്. അപ്പോൾ 2 പേർക്ക് ഒരേ ടൈമിൽ വേണം ചെയ്യാം. അതുകൂടാതെ ഇവിടെ നമുക്കൊരു മിററുണ്ട്. ഇവിടെ ടേബിൾ നമുക്ക് ചെയർ ഇടാവുന്നതേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം കോസ്റ്റ്യൂംസൊക്കെ ഇവിടെ ഉണ്ട്. മോഡേണും ട്രഡീഷണലും എല്ലാം ഉണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കുറച്ച് ഇവിടെ നിന്ന് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് കണ്ട് അയൺ ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതും വന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കാണുക. നമ്മൾക്ക് അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഒത്തിരി ഷൂട്ടുകൾ ചെയ്യണം, അല്ല നമ്മുടെ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പക്ഷേ അതിനൊരു അവസരം കിട്ടാത്തവർ കാണും. കഴിവുണ്ട്, അല്ല ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അവർക്ക് അതിതീവ്രമായ ആഗ്രഹം കാണും, മോഡലിംഗ് ചെയ്യണോ അല്ലെ അങ്ങനെയുള്ള ഓരോന്ന് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷേ അതിനുള്ളൊരു സ്പേസ് അല്ല ഒരു സാഹചര്യം ചിലപ്പോൾ അവർക്ക് കിട്ടുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങളൊന്നും ഒട്ടും അതിന് വറി ചെയ്യണ്ട, ധൈര്യമായിട്ട് പോരെ. നമുക്ക് പറക്കാട്ടിൻ്റെ ഓർണമെൻറ്റ്സൊക്കെ അടിഞ്ഞ് അതുപോലെ തന്നെ നമ്മളുടെ ഈ അത്യാവശ്യം കോസ്റ്റ്യൂംസും ഒക്കെ നമുക്കുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുള്ള ഫോട്ടോഗ്രാഫറെയോ അതുപോലെ മേക്ക് ഓവർ ചെയ്യാനുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനെയോ ആരെങ്കിലും കൊണ്ടുവരാം. അല്ലെങ്കിൽ പറക്കാട്ടിൻ്റെ ഇൻ ഹൗസ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് വളരെ മിനിമൽ റേറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ
ഒരു ഫാമിലി രീതിയിൽ തന്നെ നമ്മൾക്ക് വളരെ ഹോംലി ആയിട്ട് ഫുൾ സെക്യൂരിറ്റിയോടുകൂടി ഏത് പെൺകുട്ടികൾക്കും കടന്നു വരാവുന്നതാണ്. കാരണം ഇത് ആ ഒരു രീതിയിൽ കൊണ്ടു നടക്കുന്ന കൂടുതലും ലേഡീസ് തന്നെ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാം. വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഇവിടെ ഷൂട്ട് ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക. നമ്മളുടെ യൂത്തിന് തീർച്ചയായിട്ടും ഇതൊരു പ്രയോജനമാവട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന, ഇപ്പോൾ എറണാകുളത്ത് തന്നെ താമസിക്കുന്ന ഒത്തിരി പേര് ചെറിയ ചെറിയ ചടങ്ങുകൾ, ഹൽദി, മെഹന്തി അങ്ങനത്തെയുള്ള ചടങ്ങുകളൊക്കെ നടത്താനും ഒക്കെ ആയിട്ട് വീടുകളിൽ സൗകര്യം കാണില്ല അവർക്ക് ചിലപ്പോൾ. അപ്പോൾ വലിയ വലിയ ഫെസിലിറ്റീസിലേക്ക് പോകാൻ നോക്കുമ്പോൾ അതും ചിലപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ നടത്താൻ ചിലപ്പം ഈ ഒരു കോവിഡ് സാഹചര്യമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സാമ്പത്തികം അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ കാണാം. അപ്പോൾ ചെറിയൊരു ഒതുക്കത്തിൽ വലിയ ബഡ്ജറ്റില്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് മെഹന്തിയൊക്കെ ചെയ്യാനുള്ള നമ്മളുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് ചെറിയ ഫങ്ഷനൊക്കെ, ചെറിയ വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, അതുപോലെയുള്ള ചടങ്ങുകളും ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവരും മോസ്റ്റ് വെൽക്കം വൺസ് അഗെയിൻ.